തിരുവനന്തപുരം നഗരം ലഹരിമരുന്ന് മാഫിയകളുടെയും ഗുണ്ടാവിളയാട്ടത്തിന്റെയും താവളമായി മാറിയിട്ട് ഒരു മാസത്തോളമായി. കോവളത്ത് ലിഗ എന്ന വിദേശ വനിത കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ കോബ്രയും പരാജയമായി. പോലീസിന്റെ കാര്യക്ഷമതയില്ലായ്മയ്ക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ്. ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പോലീസ് കൊണ്ടുവന്ന ഓപ്പറേഷൻ കോബ്ര പദ്ധതി പരാജയപ്പെട്ടതോടെയാണ് തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാവിളയാട്ടം വ്യാപകമാകാൻ കാരണം. തിരുവനന്തപുരം നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാവിളയാട്ടവും കൊലപാതകങ്ങളും ഇപ്പോൾ പോലീസിനെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഗുണ്ടകളുടെയും അവരുടെ താവളങ്ങളുടെയും പൂർണ്ണ വിവരം ശേഖരിച്ചെന്ന പോലീസിന്റെ അവകാശവാദമാണ് കഴിഞ്ഞ ദിവസം കരമനയിൽ കൊല്ലപ്പെട്ട അനന്തുവിന്റെ ക്രൂരമായ കൊലപാതകത്തിലൂടെ പുറത്തായത്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ആളൊഴിഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ച് പൂർണ്ണ വിവരം ശേഖരിക്കുകയായിരുന്നു ഓപ്പറേഷൻ കോബ്രയുടെ ഒരു ലക്ഷ്യം. എന്നാൽ കരമനയിൽ അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കാടുപിടിച്ച സ്ഥലത്തെക്കുറിച്ച് സിറ്റി പോലീസിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇതിന് സമാനമായ മറ്റൊരു കേസും കഴിഞ്ഞ ദിവസം നടന്നു. ശ്രീവരാഹ ക്ഷേത്രത്തിനടുത്ത് നടന്ന കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടയാളും പ്രതികളുമെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നിരന്തരമുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. എന്നിട്ടും ഈ ഭാഗത്ത് പോലീസ് നിരീക്ഷണം ഉണ്ടായില്ല. ഏറ്റവും അധികം സുരക്ഷയുണ്ടെന്ന് കരുതുന്ന തലസ്ഥാനത്ത് ക്രിമിനൽ സംഘം വേരുറപ്പിക്കുന്നുവെന്ന ആശങ്കയാണ് തുടർ കൊലപാതകങ്ങൾ ഉയർത്തുന്നത്. ഓപ്പറേഷൻ കോബ്ര തുടങ്ങിയ സമയത്ത് സജീവ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് മറ്റെല്ലാ പദ്ധതികളെയും പോലെ ഇതും മുങ്ങിപ്പോകുകയാണ് ചെയ്തത്. ആദ്യം 80ലധികം പേരാണ് ഓപ്പറേഷൻ കോബ്രയിലൂടെ അന്ന് ജയിലിലായത്. ഏതായാലും ലഹരി മരുന്ന് മാഫിയകളും ഗുണ്ടാവിളയാട്ടവുമായി തലസ്ഥാന നഗരി മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഓപ്പറേഷൻ കോബ്ര ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ പരാജയപ്പെട്ടെന്നാണ് നഗരത്തിൽ തുടർച്ചയായി നടന്ന ഈ കൊലപാതകങ്ങൾ വ്യക്തമാക്കുന്നത്.